ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എപ്പിസോഡ് 3 ഓഫ് സീസൺ 7. ഇന്നൊരു സുപ്രഭാതം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് സ്റ്റാർട്ട് ആയത്. അതായത് അനീഷിന്റെ അടുത്ത് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ അനീഷിന്റെ പൊതുവെയുള്ള നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിരിച്ചു വന്നിട്ട് സുപ്രഭാതം എന്ന് പറഞ്ഞു. അതിന് പിടിച്ചിട്ട് എല്ലാവരും തൂങ്ങി. അത് എല്ലാ സീസണിലും ഉണ്ടാകുന്നതാണ് ഒരു ലാംഗ്വേജ്. അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആയിരിക്കാം മറ്റേ ലാംഗ്വേജ് പ്രശ്നമുള്ള ആൾക്കാർ അതിനകത്ത് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഇപ്പോ ജാൻമണി അവർക്കൊക്കെ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ആൾക്കാർ. ഇപ്പൊ ആണെങ്കിൽ ജിസയില്. പക്ഷെ ഇതൊന്നും അല്ലാത്ത അനീഷാണ് സുപ്രഭാതം കൊണ്ട് പണി തുടങ്ങിയത്. അതിൽ പിടിച്ച് ആ പനിയൊക്കെ തൂങ്ങി കുറെ എന്തൊക്കെയോ പറഞ്ഞ് ചൂടായി കച്ചറായി. അതൊക്കെ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ പ്രശ്നം. അതും എല്ലാ സീസണിലുള്ള ഇവരെല്ലാ സീസണും കണ്ട് 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 ആ അടി മാത്രമാണ്, ആ ഒരു പ്രശ്നമാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെയുള്ള ചായ പ്രശ്നം എന്ന് പറഞ്ഞാല് അനു ഗ്യാസ് കത്തിക്കുന്നു, ജിസയിൽ ഓഫ് ആക്കുന്നു, ജിസയിൽ കത്തിക്കുന്നു, അനു ഓഫ് ആക്കുന്നു. എന്റെ ചായ ഞാൻ ഇവരിപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് വേണ്ട ചായയൊക്കെ ഉണ്ടാക്കും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ആർക്കും ചായ തന്നെ ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ. അങ്ങനെയാണ് ഓരോ കളി. ഒരാൾ ഗ്യാസ് കത്തിക്കുന്നു, മറ്റാൾ ഓഫ് ആക്കുന്നു, കത്തിക്കുന്നു, ഓഫ് ആക്കുന്നു. മറ്റേ താലി കിട്ട് പാല് കാച്ചൽ അതുപോലെയാണ്. കത്തിക്കുന്നു, ഓഫ് ആക്കുന്നു, ഓഫ് ആക്കുന്നു, കത്തിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം ഇതിനകത്ത് പോയി. പിന്നെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞ അതിനകത്ത് എപ്പിസോഡ് ഫണ്ണായിരുന്നു കേട്ടോ ഇന്നലത്തത്. ജിസയിലായിരുന്നു കോമഡി. ജിസയിൽ ഫുള്ള് മലയാളം പറയുന്നത് തന്നെ നമുക്ക് കോമഡിയാണ്. ജിസയിൽ കുറെ സ്കോർ ചെയ്തു. പിന്നെ ജിസയില് അടിച്ചു വാരുന്നത്, ആ മാറ്റില് നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ പൊടി പോലെ പനിമോൾ നമ്മൾ സാധാ അടിക്കുന്ന പോലെ നിന്നിട്ട് അടിച്ചു വരുമ്പോൾ ജിസയിൽ അവിടെ നമ്മൾ അപ്പിടുമ്പിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഇങ്ങനെ അടിക്കണം എന്നാലേ പോവുള്ളൂ എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് ഫണ്ണി ആയിരുന്നു. അവര് കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നതാണെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ഫണ്ണി ആയിരുന്നു. അതുപോലെ ഞാനൊരു ഗുണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ഭാഗമൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നി. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ രണ്ടുപേരെ ജയിൽ നോമിനേഷന് ഇടുന്നുമായിരുന്നു. പക്ഷെ ഇപ്പത്തെ വെറൈറ്റി ആയിട്ട് 4 പേരെയാണ്, ജയിൽ നോമിനേഷൻ അല്ല, 4 പേരെ നമ്മൾ നോമിനേറ്റ് ചെയ്യുക. 4 പേര് പുറത്ത് കിടക്കണം. രാത്രി ലൈറ്റ് ഓഫ് മുതൽ ലൈറ്റ് ഓൺ വരെ അവർ പുറത്താണ്. അവരൊരു കട്ടിലുണ്ടാവും. കട്ടിലിൽ ഒരാൾ അറ്റ് എ ടൈം കിടക്കണം. 4 പേരിൽ ഒരാൾ കിടക്കണം. ബാക്കിയുള്ളവർ ദൂരെ പോരുത്, ആ കട്ടിലിന് അടുത്തായിട്ടൊക്കെ തന്നെ ഉണ്ടാവണം. കട്ടിലിൽ കിടന്ന അയാൾക്ക് ഉറങ്ങാം. ഉറങ്ങിയാൽ അയാളെ എടുത്തുകൊണ്ട് ഒരു റെഡ് സോൺ ഉണ്ട്. ആ റെഡ് സോണിൽ വെച്ച് കഴിഞ്ഞാല് അയാള് അപ്പൊ തന്നെ വാക്കൗട്ടായി പുറത്ത് പോകണം എന്നുള്ള രീതിയിലാണ്. അത് ഒരു നല്ലൊരു പ്ലാനാണ്. ഇതുവരെ ഇല്ലാത്തൊരു സാധനമാണ്. അത് കൊള്ളാം. പക്ഷെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഇന്നലത്തെ എപ്പിസോഡിലൊന്നും ആരും ചെയ്തിട്ടില്ല. ഉറങ്ങുന്നുണ്ടായിരുന്നു, കൊണ്ടുപോകൊക്കെ ചെയ്യായിരുന്നു. ഒരു ടാസ്ക് ആയിട്ട് എടുത്തവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ല. ലൈവില് ഉണ്ടോന്നുള്ളത് ഞാൻ കണ്ടില്ല. ലൈവ് ഞാൻ രാത്രി ശ്രദ്ധിച്ചില്ല. എപ്പിസോഡിൽ എന്തായാലും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പുറത്തായ 4 പേരെന്ന് പറയുന്നത് ഷാനവാസ്, ഷരിക, പിന്നെ നമ്മളെ ജിസയില്, പിന്നെ ആർജെ. അവര് 4 പേരാണ് പുറത്തായിരിക്കുന്നത്. പക്ഷെ ആരും അങ്ങനെ പുറത്തോട്ടേക്ക് ഉറങ്ങിയ ആളെ എടുക്കാനായിട്ടൊന്നും അകത്തുള്ള ആൾക്കാർ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കൊണ്ടുപോവാ എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. അവർക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകൊക്കെ ചെയ്യുന്നു. കാരണം ഒരാള് ആ ബെഡ് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവരതിൽ നിന്ന് എണീക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എണീക്കാതെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, ബെഡ് നല്ല പൊക്കി അവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവര് നോമിനേറ്റ് ആയി പോകും എന്നുള്ളതായിരുന്നു ടാസ്ക്. ഒരാഴ്ച അതേപോലെ പുറത്താണ് ഇവർ 4 പേര്. പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ 4 പേരെ നോമിനേറ്റ് ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്ത് ഓരോ ആൾക്കാര് ഫ്രണ്ടിൽ വന്നിരുന്ന് റീസൺ പറയാ, നെയിം പറയാന്നായിരുന്നു. അപ്പൊ അനീഷ് വന്നിരുന്നിട്ട്, അനീഷ് ഒരു സ്ലോ മോഷൻ ആണ്. അനീഷ് ലൈവില് ഫുൾ അനീഷാണ്. മറ്റേ എപ്പിസോഡിൽ അനീഷ് അധികം ഇല്ല. കാരണം അധികം ഇടാൻ പറ്റൂല. അങ്ങനെയാണ്. കാരണം ഓൻ ഇങ്ങനെ ഓരോന്ന് 1 മണിക്കൂറല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഓൻ ഇങ്ങനെ സ്ലോ മോഷനില് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, പറയൂ റെന പറയൂ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് 1 മണിക്കൂർ തീരും. അതുകൊണ്ടാണ്. അപ്പൊ ഓരോ ആൾക്കാരും റീസൺ പറഞ്ഞു, ഓരോ ആൾക്കാർ പേര് പറയുന്നു. അപ്പൊ അനീഷ് വന്നിട്ട് ഒരു ഷഡിക്കഥയാണ് അനീഷ് തുടങ്ങിയത്. ജിസേലിന്റെ അത് ഷഡി കാണിച്ചു, പുറത്ത് കാണിച്ചു, അത് അനുമോൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആ റീസൺ വെച്ചിട്ടാണ് 4 പേര്. അനുമോളാണ് അത് കണ്ടത്. അപ്പൊ അനുമോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ അനുമോൾ അതിനെ പ്രതികരിച്ചില്ല. അനുമോൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല. ആ ലീഡർ അനീഷിന്റെ അടുത്ത് പറഞ്ഞില്ല. അനുമോൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ലേ, പറയൂ അനുമോള് ചെയ്യേണ്ടതായിരുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനിങ് ആയിരുന്നു, ഉപദേശമായിരുന്നു അവിടെ. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, അനീഷ് ഉപദേശമല്ല, ഒരാളെ നോമിനേറ്റ് ചെയ്യാണ് വേണ്ടത് ഇത് പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ അനുമോള്, റെന, ഷാരിക. പിന്നെ ഈ സാധനം അവിടെ കൊണ്ട് ഇട്ടേന് ജിസേൽ. ഇനി ആരും ഇടരുത് എന്നുണ്ട് ജിസേൽ. ഈ ഒരു ഒറ്റ കാരണം, ഷഡിക്കത് കൊണ്ട് തന്നെ അനീസ് 4 പേരെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ഇവരെ 4 പേരും പുറത്തായി. രാത്രി അവരോട് കിടക്കുന്ന രീതിയിൽ ഒരു 3 മണി വരെ എല്ലാവരും ഉറങ്ങാതിരുന്നു. ആദില, നൂറ അവരൊക്കെ ജസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കൊന്ന് കൊണ്ടുപോയാലോ, അത് അപ്പാനെയാണ് അതിന് മെയിൻ, നോക്കാന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് ഈ എപ്പിസോഡ് അവിടെ തീർന്നു. എപ്പിസോഡ് കുറച്ച് ഫണ്ണായിരുന്നു. എനിക്ക് കുറച്ച് ഫണ്ണായിട്ടാണ് തോന്നിയത്. വലിയ അടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി. ലൈവ് കുറച്ച് ലാഗ് ആണ്. അത് ഫസ്റ്റ് ആയതിന്റെ ഒരു കുഴപ്പമാണ്. ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഉള്ള 2 പേര് അകത്ത് പോയിട്ട് അവരുടെ കുറച്ച് ബിലോങ്ങിങ്സ് എടുത്തിട്ട് വരാം. അവരുടെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ലക്ഷറി ഐറ്റംസ് എടുത്തിട്ട് വരാന്നുള്ളത്. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 16 സെക്കൻഡ് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത്. അപ്പൊ അവർ അതിന്റെ അകത്ത് കയറിയിട്ട് അവരുടെ സാധനങ്ങൾ എടുത്ത് വരുമ്പോഴേക്ക് ആ 16 സെക്കൻഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ എടുത്ത സാധനം അതുകൊണ്ട് തന്നെ അവർക്ക് എടുത്തൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല.
അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ഇനിയിപ്പോ അനീഷ് അവർക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ സ്വന്തം സാധനമൊക്കെ എടുത്തു വന്നിട്ട് ഒരു കണ്ടന്റ് ആക്കി മാറ്റുമായിരിക്കും അതൊക്കെ അടുത്ത പ്രാവശ്യം. അതൊരു വെറൈറ്റി സാധനമാണ് അവിടെ ഉള്ളത്. വേറെ പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിൽ അങ്ങനെ ഒന്നും പറയാനില്ല. ചായക്കേസ്, ചട്ടി കേസ് ഇത് രണ്ടും തന്നെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും